ഹേ ഗൈസ്, പുതിയൊരു വീട്ടിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് വന്നത് ഒരു സർവർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവറിൽ ഞാനുള്ളൂ. അപ്പോൾ സർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള 5 ആളെ നമ്മൾ ചേർക്കുള്ളൂ. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന കമൻറ്റ് അല്ലെങ്കിൽ താല്പര്യമുള്ളൊരു കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ 5 കമൻറ്റ് ഞാൻ സ്വീകരിക്കുള്ളൂ. അപ്പോൾ 5 കമൻറ്റിന് നമ്മൾ സർവർ കയറ്റുന്നതാണ്. വീഡിയോ കൊണ്ടുവന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ സർവറിൽ മെയിനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ വില്ലേജിൽ നിന്നും തട്ടിക്കൂട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഗോൾഡും അയണും കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നെതർക്ക് പോകും, കാരണം ഇത് കിട്ടി, ഈ ബ്ലോക്ക് കിട്ടി, അപ്പോൾ നെതർ ഒബ്സിഡിയൻ കിട്ടി. അപ്പോൾ നമുക്കൊരു ബേസ് കാര്യങ്ങളൊക്കെ പണിയണം. അപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ ചെയ്യും. എൻ്റെ അനിയന് സർവർ കയറി നമ്മളങ്ങനെ ഫസ്റ്റ് ആർമർ സെറ്റായി, അയൺ ആർമറായി ഗോയ്സ്. പണിയാനുള്ള ഒരു സ്റ്റോണൊക്കെ നമ്മൾ പെട്ടെന്ന് മൈൻഡ് ചെയ്തെടുക്കാണ്. ഒരു 3 സ്റ്റാക്ക് സ്റ്റോണൊക്കെ എടുക്കട്ടെ. മാറിപ്പോയി. നമ്മൾ പുതിയ സ്കിന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോയി. ഇതാണ് നമ്മളുടെ സ്കിൻ ഗോയ്സ്. ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അങ്ങനെയുണ്ട് സ്കിന്ന്, കോട്ടും സൂട്ടൊക്കെ ഈ ഗോയ്സ്. നമ്മൾ പുതിയ സ്കിൻ ഇനി മുതൽ നമ്മൾ ഇതേ ആയിട്ട് കളിക്കാം. നല്ല അടിപൊളി സ്കിന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീടിനകത്ത് സ്ഥലമാണ്, ഞാൻ കണ്ടുവച്ച സ്ഥലം പറഞ്ഞു തരാം. നമ്മൾ കണ്ടു വെച്ചിരിക്കുന്നത് അങ്ങ് മസനക്കുടി വഴിയിലാണ്. ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാലോ, ഇവിടെ ഉണ്ടാക്കിയാലോ ഗൂയ്സ്. കമൻറ്റ് ചെയ്യാൻ ഇനി ടൈമില്ല, നമ്മൾ ഇവിടെ കൺഫേം ചെയ്തു. ഇവിടെ ഉണ്ടാക്കാം, ഇവിടെ വേണ്ട, അല്ലെങ്കിൽ അവിടെ ആക്കാം. ഒന്ന് ഉറപ്പിക്കടാ. ഇവിടെ ഉണ്ടാക്കാം, കാരണം നമ്മൾ ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് അങ്ങോട്ട് ഇങ്ങനെ അവിടെ ഒരു വൈബ് ഇവിടെ ഉണ്ടാക്കാം. നമ്മൾ വില്ലേജിൻ്റെ അടുത്തിട്ടാണ്, നമുക്ക് അങ്ങനത്തെ സ്വഭാവം. നമ്മളിവിടെ കൺഫേം. അപ്പോൾ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഫ്രണ്ട് ആക്കണം. അങ്ങോട്ട് വൈബ് അങ്ങോട്ടാണ്, പക്ഷേ എങ്ങോട്ടാക്കും? ഇത് വേണം. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആക്കണം. അതിന് മുന്നേ ഫ്രണ്ട് അങ്ങോട്ടാക്കാം. നമ്മളിവിടെ കുറേ സിറ്റി മരിയാക്കൂലേ, അല്ലേ? അങ്ങോട്ടാക്കണം, അല്ലേ? എങ്ങോട്ടാക്കാം? നമുക്ക് കുറച്ച് ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇങ്ങോട്ടാക്കാം. ഗൂയ്സ് കൺഫേം. ആദ്യം നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ അങ്ങ് വെച്ച് തുടങ്ങാം. ഇതിവിടെ ഫുഡുണ്ടോ? പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്കൊക്കെ ആകെ പൊട്ടിച്ച് മാറ്റാം. ഇവിടെ ഒക്കെ നിരപ്പാക്കി എടുക്കണം. നമ്മൾ പണി കാര്യങ്ങൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞാൻ റിയൽ ലൈഫിൽ ഒരാഴ്ച എടുത്ത് കഴിച്ചു. ഇത് 4 വട്ടമെങ്കിലും ഞാൻ പൊട്ടിച്ചാനായി. നമ്മൾ 4 പ്രാവശ്യം ഞാൻ ഈ വീട് ഉണ്ടാക്കാൻ പൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതിന് വീട് വേണം. ഇതൊക്കെ ഇത്ര നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതുണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ആ വീഡിയോ 5-6 വട്ടം പിന്നെ ഇരുന്ന് കണ്ട് വർക്കൗട്ട് പകുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് തീർക്കാൻ തോന്നി. കാണിച്ചു തരാം വീട്. നമ്മളിവിടെ മൈനിങ് ഏരിയ. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ മൈനിങ് ഏരിയയിൽ ഇതിലൂടെ ഇങ്ങനെ പോവുക. നമ്മളൊക്കെ പിക്കാക്സ് ഇല്ല, അതിന് അയൺ പിക്കാക്സ് ഇപ്പോൾ ഉണ്ട്. ഞാൻ ആരോ ജസ്റ്റ് ഒന്ന് വല്ല പൊക്കീന്. കിട്ടി. അങ്ങനെ നമുക്ക് അയൺ പിക്കാക്സ് കിട്ടി. നമുക്ക് നിങ്ങൾ ഇവിടെ തെറ്റി. വൈ മാറി കണ്ടോളൂ. ഡയമണ്ട് വേണ്ടില്ല. ഞാനിത് ആരും കാണ്ടാച്ചിട്ട് പിന്നെ എപ്പോഴും വന്നെടുക്കാൻ വെച്ച്. ഇപ്പം നേരെ കുറച്ചു മുമ്പേ മൈനിങ്ങിന് വന്ന് നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് 1 2 3 4 5 6 ഡയമണ്ട് കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. 6 ഡയമണ്ട് 6 ഗായ്സ്, നമ്മൾ ഫസ്റ്റ് ഡയമണ്ടാണ് ഈ സർവറത്തെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഗോൾഡ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് 1 2 3 4 5 6 ഇത്രയല്ലേ ഉള്ളൂ ഇവിടെ. ബാക്കി പിന്നെ മൈനിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ മേലെ എത്തിയിട്ട് ബാക്കിയെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട് മുഴുവൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മളെ ഡയമണ്ട് ഈ തറല്ല ആദ്യമായിട്ടുണ്ട്.
ഇവിടെ നമ്മൾ കാണാത്തൊന്നുമല്ല. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിങ്ങനെ നമ്മളെ ബെഡ് ഇവിടെ ബെഡ് അടി ഇങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചാലോ നമ്മൾ ഇവിടുന്ന് നേരെ വരുന്നു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറുന്നു, നേരെ മേലോട്ട് കയറാനുള്ളൊരിത്. പിന്നെ നമ്മളിവിടെ ഒരു കുറച്ച് ചെസ്റ്റ് വെച്ച് തരുന്നു. ഉള്ളിലിപ്പോൾ എല്ലാ സാധനങ്ങളില്ല, കുറച്ചൊക്കെ. പിന്നെ നമ്മളിത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വല്ലാതെ സെറ്റപ്പൊന്നും ചെയ്തിട്ടേ ഉള്ള ചെയ്യണം. അത് ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണാം. പിന്നെ ബെഡ് അവിടെ മേലോട്ട് പോയാൽ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ഇങ്ങോട്ട് നടക്കുക, പിന്നെ ഇവിടെ ബാൽക്കണി ഇങ്ങനെ കണ്ടുള്ളതാണിത്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അടിയിൽ അടി നമ്മൾ പെരൻ്റെ ചുറ്റൊന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ സിമ്പിളായി കാരണം, പക്ഷേ ഉണ്ടാക്കാൻ അത്ര സുഖമില്ല. ക്രിയേറ്റീവായി ആണെങ്കിൽ സുഖമായിക്കാരം, പക്ഷേ സർവൈവൽ സുഖമല്ല. പുറത്തൊക്കെ ഇത്തിരി ഡിസൈൻ ഉണ്ട്. ഇപ്പം എത്ര മതി? പിന്നെ എത്ര ടൈം എടുത്തത്? ഒരു 7 ദിവസം എടുത്തതിന്. ഡയമണ്ട് മാറ്റാൻ ഇത്രേ ഉള്ളൂ നമ്മൾ വീട്. പിന്നെ നമ്മളെ ഒരു മരം ഇവിടെ നട്ടപ്പോൾ നമ്മൾ മറ്റേ ഇതിട്ടി ഇതിന് പറയാം ഓർമ്മ തന്നെ ഇത് കിട്ടി. പിന്നെ നമ്മളോട് കുറച്ച് പൂവ് വെച്ചെടുത്താണ്. ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഇറങ്ങുന്നതിന് മുന്നെടുത്ത ബെയ്ത്താല് കൂടും, അങ്ങനത്തെ സാധനം. പിന്നെ നമ്മുടെ തറയിലെ വേറെ 2 ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ ഓലെ വീടൊക്കെ ഒന്ന് കാണുന്നത്. നമ്മൾ കാണുന്ന ആ വീടാണ്. പണി കഴിഞ്ഞിട്ടില്ല, ഒക്കെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. തുടങ്ങിയല്ല, പകുതി ഭാഗമായി, അരഭാഗം കഴിഞ്ഞ്. ഇനിയൊരു അരഭാഗം കൂടെ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്താ വെറുതെ കിടക്കട്ടെ. ഇതൊക്കെ എന്താ കാട്ടി കൂട്ടിക്കണ്ട ആ പോയി. ഇതിനുള്ളിലോട്ട് കയറുന്നു, നേരെ ഇതിലോട്ട് അങ്ങോട്ട് ഒരു ഡോറ്, അത്ര തന്നെ. പിന്നെ ഇതിലൂടെ ഇങ്ങോട്ട് പോയാൽ ഇത് ഞാൻ അയൺ പിക്കാക്സ് ഞാൻ കടം എടുത്തു, പിന്നെ തരാമെന്ന് പറഞ്ഞാണ്. നമ്മൾ ഡയമണ്ട് എടുക്കണ്ടേ? അലിഞ്ഞ് വെച്ചെടുക്കും. നമ്മൾ ഡയമണ്ട് എടുത്തില്ലേ? അല്ലേ വേണം ദീക്കണം, അല്ലേ വേണ്ട നമുക്ക് ദീക്കണം. ബെല്ല തീർക്കും ആരും അറിയില്ല. പാവത്തിനല്ല എടുക്കണ്ടേ പോയി. ഇപ്പോൾ കഴിച്ച് നൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നല്ല വൈബാട്ടോ. ഇവിടെ തന്നേരം നമ്മൾ ഉണ്ടാക്കിയേക്കാം. ഇവിടെ ബ്രിഡ്ജ് ഉണ്ടാക്കിയാലോ? ഇവിടെ ഗ്ലാസ് ഇട്ടൊരു ബ്രിഡ്ജ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം ഞാൻ തന്നെ. അതുകൊണ്ട് ഇങ്ങനെ സ്ഥലമൊക്കെ സെലക്ട് ചെയ്ത്. ഇവിടെ നമ്മൾ സ്റ്റെപ്പും, ഇവിടെ നമ്മളൊരു ബോട്ടിങ് ഏരിയ, ഇവിടെ വലിയൊരു ബോട്ട് ഉണ്ടാക്കിയേക്കാം. ഏതായാലും നൈറ്റ് ആയി കൊടുക്കട്ടെ. നല്ല വൈബ് സ്ഥലം നോക്കിയാണ് എടുത്തുകൊണ്ട്. ഇതൊക്കെ ഓരോ ബിൽഡ് ഉണ്ടാക്കാൻ തന്നെയാണ്. ബിൽഡാണ് നമ്മുടെ സർവറിൻ്റെ പ്രാധാന്യം. നമുക്ക് മറ്റേ നെതർ ഉണ്ടാക്കണം. നെതർ പോർട്ടിലൊക്കെ ഉണ്ടാവും. ഇതൊരു ബഗ്ഗാണ്. അല്ല ഇതിൽ ഞാൻ എന്താ ചെയ്തു? എന്ത് ചെയ്യും? ബഗ്ഗ് കാണിച്ചാൽ മിക്കവാറും ഞാൻ ഡിസൈൻ മാറ്റും. പോയി ഇതെന്താ വെച്ചാൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മൾ കാണിച്ചു തരാൻ കൊണ്ട് മൈ ബ്രദറിൻ്റെ വീടാണ്. അതിയും വൈറ്റി, ഓരോരുത്തർക്കും ഓരോ വൈറ്റിയാണ്. ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്. പകുതി ഞാൻ ഉണ്ടാക്കിയത്, പകുതി അതിയും വൈറ്റി ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നേരെ ഒരു വീട്ടിലോട്ടാണ് നെയിം ടാഗ് കണ്ട. ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഞാൻ എഴുതിയത്. ഇതേ മുക്കാൽ ഭാഗം ഞാൻ എഴുതി. മുക്കാൽ ഭാഗമാണ്. അവിടെ നിന്ന് അടി കൊള്ളുന്നു. നമ്മൾ കണ്ണുകൊണ്ട് അത് ഇങ്ങോട്ടാണ് പോയി. എന്താ എഴുതിയിട്ടുണ്ട്? DGM കണ്ണാപ്പി. മുന്നേ എൻ്റെ പേരിടടാ. എൻ്റെ പേരിട അസീം വൈറ്റി. അത് പോരാ കേട്ടാ, ആൾക്കാർക്ക് മനസ്സിലാവൂല. ഇത് മേലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് വീട്. ഒന്നിനും കൊള്ളാത്ത പാട്ട വീട്. ഒന്നും പറയുന്നില്ല, കാരണം പണ്ടൊക്കെ ഞാൻ ഇതേമാതിരി ആയിരുന്നു. പെട്ടിക്കൂട്, ഇത് പെട്ടിയൊന്നും പറയാൻ പറ്റില്ല. മേലൊക്കെ ഉണ്ടാക്കാറില്ല, അതാണ് സത്യം. മേലൊക്കെ ഉണ്ടാക്കൽ ഇങ്ങനെയൊന്നുമല്ല, മറ്റേ ഓടുംകാരൻ്റെ മാതിരി. ഉള്ളിലോട്ട് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടൊരു എന്താവും എന്തെങ്കിലും ആൾക്കാരും. പിന്നെ നമ്മൾ ഇതിലോട്ട് പോയി ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബെഡ്റൂം. ഇതിന് ഒരു സ്വഭാവം. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ നോക്കാം. ആവശ്യമുള്ളതൊന്നും ചെയ്യാം. ആവശ്യമുള്ളതൊന്നും എന്ത് ചെയ്യാല്ലേ? ഇതൊന്നും ചെയ്യല്ലോ. ഈ വൂളി അടുത്ത് കൊണ്ടാ, ഈ വൂളി അടുത്ത് കൊണ്ടു. ഇത് നമുക്ക് നമ്മളെ അപ്പോൾ ഗായ്സ് നമ്മളുടെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്ക്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഏത് വീഡിയോ വേണമെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.